തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ കൂടുവിട്ട് കൂടുമാറ്റം തുടങ്ങി. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലെത്തി. പത്മജയുടെ കൂടുമാറ്റം ആർക്കാണ് നേട്ടം ഉണ്ടാവുന്നത്? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ലീഡറുടെ കുടുംബത്തിൽപ്പെട്ട പത്മജ വേണുഗോപാൽ BJPയിലെത്തിയിരിക്കുകയാണ്. ആർക്കാണ് ഇതിൻ്റെ നേട്ടം? ഇതിൽ നേട്ടമെന്ത് കോട്ടമെന്ത് എന്നുള്ളതിനെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ കേരളത്തിൽ BJPയെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുന്നത്, ഇപ്പം ഈ LDF UDF രാഷ്ട്രീയത്തിനിടയിൽ BJPക്ക് വളരാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുന്നത്. അതിൽ BJPയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ അഭിമാന അർഹമായി പറയാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പാണ് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJPയിലേക്ക് വന്നത്. അതന്ന് കോൺഗ്രസിനെ മുഴുവൻ വല്ലാതെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇപ്പോൾ K കരുണാകരൻ്റെ ലീഡർ എന്നറിയപ്പെടുന്ന എല്ലാ കോൺഗ്രസ്സുകാരും ആരാധനയോടെ കാണുന്ന നേതാവാണ് ലീഡർ K കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ അനിൽ ആൻ്റണിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ കൂടെയോ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു പട ഇങ്ങോട്ട് വരും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കണ്ട. കാരണം അവർ അങ്ങനെയുള്ള വ്യാപകമായി പ്രവർത്തിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ കോൺഗ്രസിൽ അത്രയധികം നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരല്ല ഈ രണ്ടുപേരും. ഒരു പ്രതീകമായി ഇവർ അതായത് ഈ രണ്ട് പ്രധാന നേതാക്കളുടെ മക്കളെ BJPയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് BJPക്ക് ആശ്വാസം കൊള്ളാവുന്നത്, അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന അവരെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടം. അതേസമയം കോൺഗ്രസ്സിൽ ഈ പത്മജയുടെ ഇപ്പോഴത്തെ ഈ കൂടുമാറ്റം വല്ലാതെ ഞെട്ടൽ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം. അതായത് കേരളത്തിൽ ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുള്ളൂ, ഇതുവരെ വിജ്ഞാപനം പോലും വന്നിട്ടില്ല. അതിനു മുമ്പ് ഈ നിലവിലുള്ള MP മാർ തന്നെ സിറ്റിംഗ് MP മാരെല്ലാം മത്സരിക്കും, അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ അതിന് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു. 3-4 സ്ഥലത്ത് സർപ്രൈസായിട്ട് ചില ചേഞ്ചസ്. വടകരയിൽ നിന്ന് മുരളി തൃശ്ശൂർ. അതെ, വടകരയിൽ പ്രവർത്തനമെല്ലാം തുടങ്ങിയ K മുരളീധരൻ തൃശ്ശൂരേക്ക് വന്നു. തൃശ്ശൂരിൽ ഏതാണ്ട് അംഗമെല്ലാം മുറുക്കി മാതാവിന് കൊലയൊക്കെ സമർപ്പിച്ച് നിന്ന TN പ്രതാപൻ തെരഞ്ഞെടുപ്പ് ചുമതല, അതെ, സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് മാറി. അങ്ങനെ ഇനി വടകരയിൽ വേറെ ആരോ ഷാഫി പറമ്പിൽ വരാൻ പോകുന്നു, പാലക്കാട് MLA. പാലക്കാട് MLA. പിന്നെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ വരാൻ പോകുന്നു. ഇങ്ങനെ ചില മാറ്റങ്ങൾ. UDFന്റെ ചിത്രം തെളിഞ്ഞു. അതെ, UDFന്റെ ഏകദേശം ഒരു കാര്യം അനിശ്ചിതത്വത്തിൽ നിൽക്കുകയായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം സിറ്റിംഗ് MP മാരെല്ലാം മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് ഈ സുധാകരൻ കണ്ണൂരായി. K സുധാകരൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ആലപ്പുഴയിലെ കാര്യത്തിൽ മാത്രമായിരുന്നു അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറി. അപ്പൊ പത്മജയുടെ ഒരു ഈ BJPയിലേക്കുള്ള പോക്കെന്ന് പറയുന്നത് കോൺഗ്രസിനെ വല്ലാതെ ഉലച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ഈ പത്മജ മാറിയതോടൊപ്പം തന്നെ കരുണാകര കുടുംബത്തിലും കലഹം തുടങ്ങി. അതെ അതെ, സഹോദരനും സഹോദരിയും തമ്മിൽ കലഹമായി, ഏറ്റുമുട്ടലായി. പത്മജയുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്ന മുരളിക്കെതിരെ രംഗത്ത് വരുമെന്ന്. അതെ, കാര്യം മുരളീധരൻ വളരെ നിരുത്തരവാദപരമായിട്ട് സ്വന്തം സഹോദരിയെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്കിങ്ങനെ ഒരു സഹോദരി ഇല്ല, അപ്പോൾ രാഷ്ട്രീയവും കുടുംബവും രണ്ടായിട്ട് കാണണം എന്നാണ് ഇന്നിപ്പോൾ പത്മജയുടെ ഭർത്താവ് വേണുഗോപാൽ പറഞ്ഞത്. ഈ പത്മജയുടെ രാഷ്ട്രീയ പ്രവേശം BJPയിലേക്കുള്ള പ്രവേശനത്തിന് 3 ഘടകങ്ങൾ ഇപ്പോൾ ഉണ്ടായി. ഒന്നാമത്, പത്മജ BJPയിലെത്തിയപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും കേന്ദ്രമന്ത്രി മുരളീധരനും ഡൽഹിയിൽ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നും അത് പത്മജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് കൊടുക്കുന്നതിനോടുള്ള അതൃപ്തിയാണെന്നുള്ള ഒരു സംസാരം ഉണ്ടായി. രണ്ടാമത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജയ്ക്കെതിരെ പൊളിറ്റിക്കലി തന്തയില്ലായ്മ തുടങ്ങിയ വാക്കുകൾ പറയുകയും അത് ഭയങ്കര വിവാദത്തിലാകുകയും ചെയ്തു. മൂന്നാമത്, ഈ പത്മജ മാറിയത് തങ്ങൾക്ക് തിരിച്ചടിയാണെന്ന മട്ടിലാണ് വടകരയിൽ നിന്ന് മുരളിയെ തൃശ്ശൂരിൽ കൊണ്ടുവന്നത്. പക്ഷേ മുരളീധരന് വടകര തന്നെ മത്സരിക്കാൻ മതിയായിരുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നു മുരളീധരനോട് ഇങ്ങനെ നിർദ്ദേശിച്ചത് തൃശ്ശൂരേക്ക്. പക്ഷെ അത് മുരളിക്കും ഒരു പണിയല്ല. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ്? അത് ഇന്നിപ്പോൾ V മുരളീധരനും K സുരേന്ദ്രനും ഇതിനോട് യോജിപ്പില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും. കാരണം കേരളത്തിലെ പല നേതാക്കളും ഇത് അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്, അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഡൽഹിയിലുള്ള 1-2 നേതാക്കളും കേരളത്തിലെ ചുരുക്കം ചില നേതാക്കളും അറിഞ്ഞുകൊണ്ട്
വളരെ സർപ്രൈസ് ആയിട്ട് നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു പത്മജയുടെ BJP NIA ഓപ്പറേഷൻ പോലെ. അതെ അതെ. പക്ഷെ ഇന്ന് ഇപ്പൊ തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ പത്മജയ്ക്കൊപ്പം വളരെ ശക്തമായിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ട് കെ സുരേന്ദ്രനും തൊട്ടപ്പുറത്ത് V മുരളീധരനും. മാങ്കൂട്ടത്തിൽ നിന്ന് താക്കീത് കൊടുക്കുകയും ചെയ്യുന്നു. മാങ്കൂട്ടത്തിൽ നിന്നല്ല, കോൺഗ്രസിലെ ആരെങ്കിലും ഇനി പത്മജയ്ക്കെതിരെ ഇതുപോലെ ആക്ഷേപകരമായ സംസാരമോ പ്രവൃത്തിയോ നടത്തിയാൽ അവരത് നിർത്തണം, അല്ലെങ്കിൽ അതിന്റെ തക്കതായ ഫലം അനുഭവിക്കും എന്നുള്ള രീതിയിൽ ശക്തമായ മുന്നറിയിപ്പ് തന്നെ കെ സുരേന്ദ്രൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ വിഷയം അങ്ങനെ ഒരു ടച്ചപ്പ് ചെയ്തെന്ന് പറയാം. രണ്ടാമത് പറഞ്ഞത് ഈ കെ മുരളീധരനുമായിട്ടുള്ള വിഷയം, വടകരയിലെ പ്രശ്നം. വടകരയില് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വടകരയില് ശൈലജ ടീച്ചറും LDFന്റെ സ്ഥാനാർത്ഥി, കെ മുരളീധരൻ അവിടെ UDF സ്ഥാനാർത്ഥി. കെ മുരളീധരൻ അവിടെ സിറ്റിംഗ് MP ആണ്. നല്ലൊരു മത്സരം അവിടെ കാഴ്ചവെക്കാമായിരുന്നു. നല്ല പ്രചരണം നടത്തിയത് തീർച്ചയായിട്ടും. അവിടെ ഇപ്പോൾ ഈ TP ചന്ദ്രശേഖരന്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട് കോടതി ഉത്തരവ്, ഹൈക്കോടതിയുടെ ഒരു വിധി വന്നതോടുകൂടി ഒരുപക്ഷെ ഒരു അനുകൂല നിലപാട് തന്നെ കെ മുരളീധരൻ ഉണ്ടാവുമായിരുന്നു. പോരെങ്കിൽ KK രമയുടെ MLA ആയിട്ട് അവിടെ നിലനിൽക്കുന്നു. അപ്പൊ അവരുടെ പ്രവർത്തനം ഒക്കെ പ്രചരണം എല്ലാം കെ മുരളീധരൻ അനുകൂലമായിട്ടൊരു തരംഗം സൃഷ്ടിക്കുമായിരുന്നു. മുരളീധരൻ മാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിപ്പോ കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടി ഇത് മാറ്റി. അത് തൃശ്ശൂരിൽ കൊണ്ടിട്ടിട്ട് എന്ത് കാര്യമാണോ? തൃശ്ശൂരിൽ കൊണ്ടിട്ട കാരണം എന്ന് പറഞ്ഞാല് TN പ്രതാപൻ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി കഥാപാത്രമാണ്. അങ്ങനെ സുരേഷ് ഗോപി ഇപ്പൊ അവിടെ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഏക ഒരു സൂചന, അതിന്റെ അവിടുത്തെ ഒരു ട്രെൻഡ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ശക്തനായ സ്ഥാനാർത്ഥിയാണ്. സുരേഷ് ഗോപിക്ക് ഇക്വലന്റ് ആയിട്ട് നിൽക്കാൻ TN പ്രതാപനെ പോലുള്ള ഒരു കോമാളിയെ കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് അവർക്ക് അത്ര പന്തിയല്ലെന്ന് തോന്നിയിട്ടാണ് പ്രതാപനെ മാറ്റിയിട്ട് മുരളി നല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് അവിടെ കൊണ്ട് നിർത്തിയത്. പക്ഷേ അവിടെ ഇപ്പൊ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ UDF വോട്ടുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് മുസ്ലിം വോട്ടുകൾ, മറ്റ് ജാതി വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, അവിടെ 15% മുസ്ലിം വോട്ടുകളെ തൃശ്ശൂർ മണ്ഡലത്തിലുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കെ മുരളീധരൻ എന്ന് പറയുമ്പോൾ വടകരയിൽ ഒരു എല്ലാ കാര്യങ്ങളിലും വളരെ മുസ്ലിം അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നടന്ന ആളാണ്. ഒക്കെ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൻ്റെ 2-3 സീറ്റ് വേണമെന്ന് വാദിച്ചപ്പോൾ ആദ്യം കോൺഗ്രസിൽ നിന്ന് ചാടി വീണ് പറഞ്ഞ ഒരു നേതാവ് കെ മുരളീധരനാണ്. അവർക്ക് 3 സീറ്റിന് അർഹതയുണ്ട്, ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു നാടകമൊക്കെ നടത്തിയതാണ് കെ മുരളീധരൻ. അല്ല, വടകരയിൽ നിന്ന് മുസ്ലിം സമുദായം 33% ഉണ്ട്. അല്ല, അതാ പറഞ്ഞത്. അപ്പോൾ ആ സമുദായത്തിൽ നിന്നുള്ള പിന്തുണയും ഇപ്പോൾ ഈ TP വിഷയമായിട്ടുള്ള അതും കൂടെ ചേരുമ്പോഴത്തേക്ക് ഏകദേശം ശൈലജ ടീച്ചറിനെ പോലെ ഒരു ശക്തയായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റുമുട്ടി അവിടെ വിജയ സാധ്യത ഉണ്ടാകാനുള്ള കണക്കൂട്ടലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പത്മജ വിഷയം വന്നതോടുകൂടിയാണെന്ന് തോന്നുന്നു തൃശ്ശൂരേക്ക് കെ മുരളീധരനെ മാറ്റി. രണ്ടാമത്തത് ഈ TN പ്രതാപൻ അത്ര ശക്തനായ സ്ഥാനാർത്ഥി അല്ല. അതൃപ്തി ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പുള്ളിക്ക് അതൃപ്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സിറ്റിംഗ് MP ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്വന്തം സഹോദരിയും ഭർത്താവും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പത്മജയും വേണുഗോപാലും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയസാധ്യതയെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് പത്മജ പാർട്ടി വിട്ടുപോയതിനെ ന്യായീകരിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട്. കാരണം ഒരു കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ആനുകൂല്യങ്ങൾ അനുഭവിച്ച ഒരു കുടുംബമാണ് കരുണാകര കുടുംബം. അതിൽ കരുണാകരൻ്റെ പിടിയായിരുന്നവരെ പത്മജയ്ക്ക് അതിൻ്റെ സൗഭാഗ്യം ലഭിച്ചിരുന്നു. പക്ഷേ പത്മജ പാർട്ടി വിട്ടുപോയതിനെ സ്വാഗതം ചെയ്യാത്തവർ ഒരുപാടുണ്ട്. പാർട്ടിയിൽ കോൺഗ്രസിൽ ശക്തമായി അതിനെ പ്രതിഷേധത്തിലുണ്ട്. പക്ഷേ പത്മജ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, അത് ശരിയാണ്. കാരണം പത്മജ കരുണാകരൻ്റെ തണൽ, അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ തണലിൽ മക്കൾ എന്തെല്ലാം നേടുന്നു. ഇപ്പം നമ്മൾ അറ്റ് പ്രസന്റ് ആ വിഷയം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ മുഴുവൻ. SFIO അവരെ. അതെ. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളിൻ്റെ കുടുംബാംഗങ്ങൾ ആ സൗഭാഗ്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പത്മജയെ സംബന്ധിച്ച് അവർ അതെ, അന്നത്തെ കാലത്ത് ഒരു പക്ഷേ പുതുമയായിരുന്നിരിക്കണം. പത്മജയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് പലതവണ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു, അവിടെ എല്ലാം കോൺഗ്രസ്സുകാർ തന്നെ ഇടപെട്ട് അവരെ പരാജയപ്പെടുത്തി. മുന്നിൽ നിന്നും പിന്നിൽ നിന്ന്. അപ്പോൾ തൃശ്ശൂർ തന്നെ അവർ 2 തവണ അസംബ്ലിയിൽ മത്സരിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചു. അപ്പോഴെല്ലാം
ഇവരെ തോൽപ്പിക്കുകയാണ്. അത് അവർ ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ തന്നെയാണ്. പിന്നെ അവർ പറയുന്നത് അവരുടെ ഗ്രീവൻസസ് പറയാൻ വേണ്ടി KPCC ആഫീസിലും AICCയിലും പോയി. അവിടെയെങ്ങും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ പോലും കാണാനില്ല. രാഹുലിനെ കണ്ടെത്താനില്ല. അവിടെ ഖാർഗെ അവിടെ എങ്ങും കാണാനില്ല. പിന്നെ സോണിയാജി ആണെന്നുണ്ടെങ്കിൽ ആരെയും കാണുന്നില്ല. KC മൈൻഡ് ചെയ്യുന്നില്ല. KC ആണെങ്കിൽ പുള്ളി വലിയ ഇപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂപ്പർ പവർ എന്ന് പറഞ്ഞാണ് പുള്ളി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തോന്നിക്കാണും ഒരു പാർട്ടി വിടുന്ന നല്ലതാണ്. അപ്പോൾ ഈ പിന്നെ പത്മജയെ വിമർശിക്കുന്ന മുരളീധരന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം എത്ര പാർട്ടി ചാടിപ്പോയ ആളാണ്. കരുണാകരനോടൊപ്പം 3 പാർട്ടിയുടെ സംസ്ഥാന ഉണ്ടായിരുന്നു. DIC ഉണ്ടാക്കിയപ്പോൾ കരുണാകരനുമായി ചേർന്ന് DICയിൽ ഉണ്ടാക്കി അതിൽ പോയ ആളാണ്. സംസ്ഥാന ഉണ്ടായി. അതെ. അത് കഴിഞ്ഞിട്ട് കരുണാകരൻ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നപ്പോൾ NCP ഇദ്ദേഹം NCP പോയി. NCPയുടെ സംസ്ഥാന പ്രസിഡന്റായി. വയനാട്ടിൽ എവിടെ മത്സരിച്ച് 2009 വയനാട്ടിൽ മത്സരിച്ച് തോറ്റു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നേർബുദ്ധി തോന്നി വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു. പക്ഷേ കരുണാകരൻ മരിക്കുന്നവരെ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. അതെ. അപ്പോഴും പത്മജയെ അവഗണിക്കുകയായിരുന്നു. പത്മജയ്ക്കൊന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല ആ സമയത്തും. പക്ഷേ ഇദ്ദേഹത്തിന് ഉടനെ പാർട്ടി തിരിച്ചെടുത്ത ഉടനെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള സീറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തന്നെ ഇപ്പോൾ വടകരയിൽ MP സ്ഥാനം മത്സരിക്കാനായിട്ട് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴാണല്ലോ അദ്ദേഹം വന്ന് നേമത്ത് മത്സരിച്ച് BJPയുടെ സീറ്റ് ഇല്ലാതാക്കി കൊടുത്ത. അങ്ങനെ ഒരു ക്രെഡിറ്റ് കൂടെ അദ്ദേഹത്തിൻ്റെ. അതും മാത്രമല്ല, പിന്നെ മുരളീധരനെ ഒരു ചാവേറായിട്ടാണ് പാർട്ടി ഇപ്പം കണക്കാക്കുന്നത്. കാരണം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന വ്യക്തി ഇപ്പോൾ വട്ടിയൂർക്കാവ് MLA ആയിരുന്ന ഇപ്പം നിയമസഭാ പ്രതിപക്ഷ നേതാവെങ്കിലും ആകേണ്ടിയില്ല. ഇപ്പോൾ CPM-കാർ ഇന്നലെ തന്നെ പറയുന്നുണ്ട്, CPM-ലെ നേതാക്കൾ പത്മജയെ മുരളീധരൻ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, നാളെ ആങ്ങളെയും ഈ പാർട്ടിയിൽ എത്തിപ്പെടേണ്ടതാണ്. അപ്പോൾ നാളത്തെ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ K മുരളീധരനെ പോലെയുള്ളവരൊക്കെ BJP തന്നെ എത്തിപ്പെടുമെന്നാണ് പൊതുവെയുള്ള കണക്കൂട്ടൽ. അല്ല, കോൺഗ്രസിൽ താമരപ്പൂ കണ്ട് മോഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ മാത്രമല്ല, കഴിഞ്ഞ ദിവസം TV ചർച്ചയിൽ ഒരു BJPയുടെ പ്രമുഖ നേതാവ് ഇരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് 3-ലേറെ പേർ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ BJP നേതാക്കളുമായിട്ട് ചേരാനായിട്ട് ചർച്ച നടത്തിയെന്നാണ്. താമരപ്പൂ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതെ. ആരാണെന്ന് അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല. അത് അവരെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിന് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് അവസ്ഥ. ഇന്നിപ്പോൾ കേൾക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വലിയ വിമർശനമാണ് ഉയർത്തിയത്. എല്ലിൻ കർഷണം കണ്ടിട്ട് ഓരോരുത്തരും ചില സൈസുകൾ കോൺഗ്രസിലേക്ക് വരും. EP ജയരാജനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, പെങ്ങളുകുട്ടിയോടെ ഇനി ആങ്ങളെയും വരും എന്ന് പറഞ്ഞു. സീറ്റ് ഉറപ്പിച്ചിട്ട് അപ്പോഴാണ് ഇപ്പോൾ കേൾക്കുന്നത് CPM-ന്റെ ഒരു പഴയ നേതാവ് BJP-യിലോട്ട് പോകാനായിട്ട് തയ്യാറായി. ഉടുപ്പൊക്കെ തയ്പ്പിച്ചിരിക്കുന്നത് ദേവികുളം മുൻ MLA ആയിരുന്ന രാജേന്ദ്രൻ. അദ്ദേഹം ഇപ്പൊ CPM ആയിട്ട് പിണങ്ങി CPM വിട്ടെന്ന് തോന്നുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പുള്ളി പാർട്ടി അംഗത്വം പുതുക്കിയതുമില്ല. അതെ. അപ്പൊ ഈ സാഹചര്യത്തിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ പാർട്ടികളിൽ നിന്നും ഇപ്പൊ BJP-യിലോട്ട് പോകുന്നൊരു സ്ഥിതി വിശേഷമാണ്. ഈ യഥാർത്ഥത്തിൽ ഇത് ഈ പത്മജയുടെ രംഗപ്രവേശം UDF-ന് വലുതായിട്ട് ബാധിക്കില്ല എന്നാണ്. UDF-നെ ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ കാര്യമായി ബാധിക്കില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർ ഈ സീറ്റിനകത്ത് ഇത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ട് ഈ സീറ്റ് ഇങ്ങനെ റീഅറേഞ്ച്മെന്റ് വരുത്തി? പത്മജയുടെ പോക്കെന്ന് പറയുന്നത് ഒരു തരത്തിലും ബാധിക്കില്ല. അപ്പോൾ CPM കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJP-കാരാണ്. ഇവർ ജയിച്ചു പോയി കഴിഞ്ഞാലും നാളെ BJP-യിൽ ചേരില്ല എന്നൊരു ഉറപ്പുമില്ല. ആ പ്രചരണത്തിന് ഇത് വല്ലാതെ ശക്തി പകരും. CPM-ന്റെ ആ പ്രചരണം ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ ടൈമിൽ അവർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഈ വിഷയമായിരിക്കും. ഈ മോദി പറഞ്ഞ 2 അക്കം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉദ്ദേശിച്ചാണോ? മോദി പറഞ്ഞത് 2 അക്കം എന്ന് ഉദ്ദേശിച്ച് എന്തുദ്ദേശിച്ചാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. 2 അക്കം എന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇനി ഇന്റലിജൻസ് റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പക്ഷെ അതിനകത്ത് എത്രത്തോളം അത് അദ്ദേഹത്തിന് എന്ത് ലക്ഷ്യം വെച്ചാൽ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കേരളത്തിൽ ഇത്രയൊക്കെ ആത്മവിശ്വാസം അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. 2 അക്കം എന്ന് പറഞ്ഞാൽ 10 സീറ്റ് കിട്ടണമെന്നാണല്ലോ. അതെ, 10 സീറ്റ് 2 അക്കം തയ്ക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒന്നും എങ്ങനെയൊക്കെ സംഭവിക്കുന്നൊന്നും പ്രവചിക്കാൻ പറ്റുന്നതല്ലല്ലോ, പ്രവചനാതീതമാണ്. പിന്നെ അടിയൊഴുക്കുകൾ ഏതൊക്കെ രീതിയിൽ വരും എന്നറിഞ്ഞു. ഇപ്പം മോഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാർട്ടിക്കാർ തമ്മിൽ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ രാജേന്ദ്രൻ പോയതോടെ ഭാവി CPM-ഉം ഭീഷണി നേരിടേണ്ടി വരും. കാര്യം ഇന്നത്തെ അവസ്ഥയിലായിരിക്കത്തില്ലല്ലോ നാളത്തെ CPM എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പോകാൻ ഒരു
ഇടമെന്ന് പറയുന്നത് പിന്നെ BJP ആയിരിക്കും. എന്തായാലും രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ ധാർമ്മികത ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കൂട് വിട്ട് കൂടുമാറി പോകുന്നത് കേരളത്തിലെ ജനാധിപത്യ സമ്പ്രദായത്തിന് അഭിലഷണീയമല്ല. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.